മലപ്പുറം വെണ്ണായൂർ AM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല ബാധിച്ച കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭക്ഷ്യ വിഷബാധയേറ്റ് 127 കുട്ടികൾ ചികിത്സ തേടിയിരുന്നു. 4 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് സമീർ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് നിലവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം വള്ളിക്കുന്ന് കോഴിപ്പുറത്ത് വെണ്ണായൂർ AM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 4 വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സ്കൂളിലെ 127 കുട്ടികൾക്കൊപ്പം തന്നെ അധ്യാപകർക്കും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനമായിട്ട് പറയുന്നത്. അതിന് പിന്നാലെ ഷിഗല്ല ലക്ഷണങ്ങൾ കാണിച്ച ഏതാനും ചില കുട്ടികളെ പരിശോധിച്ചപ്പോൾ അതിൽ 4 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കടുത്ത വയറുവേദനയും ഛർദി ഉൾപ്പെടെ ഉള്ളതാണ് നിലവിൽ ഷിഗല്ല എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഷിഗല്ല എന്ന് പറയുന്ന ഈ രോഗം. ഏതായാലും നിലവിൽ ഈ രോഗം ബാധിച്ച അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ട കുട്ടികളൊക്കെ തന്നെ വീട്ടിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആരുടെയും ആരോഗ്യനില ഗുരുതരമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. എല്ലാവരും വീട്ടിൽ സുഖകരമായി തന്നെ ചികിത്സയിൽ തുടരുകയാണ്. അന്ന് സ്കൂളിൽ നിന്നും കഴിച്ച തൈര് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് തരത്തിലാണ് രോഗം പടരാനിരയായിരിക്കുന്ന കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഏതായാലും ജില്ലയിലെ സ്കൂളുകൾക്ക് തന്നെ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുകയാണ്. ഭക്ഷണവും എല്ലാം തന്നെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മേഖലയിൽ, അതായത് ഈ രോഗം ഷിഗല്ല സ്ഥിരീകരിച്ച മറ്റു ഇടങ്ങളിലെല്ലാം തന്നെ മഞ്ഞപ്പിത്തത്തിന്റെ വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വള്ളിക്കുന്ന് അത്താണിക്കലിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ നിലവിലുള്ളത്. 284 രോഗികളാണ് വള്ളിക്കുന്ന് അത്താണിക്കലിൽ മാത്രമുള്ളത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മാത്രം 459 നിലവിൽ മഞ്ഞപ്പിത്ത രോഗികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 15 വയസ്സുകാരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച വാർത്ത അടക്കം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടിയുള്ള മേഖലയാണ് ഈ വള്ളിക്കുന്ന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ തന്നെ പരിശോധനയും ബോധവൽക്കരണവും നിലവിൽ മേഖലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്.